വാട്സപ്പ് വ്യൂവേഴ്സ് മൈൻക്രാഫ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസുമായിട്ടാണ്. ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് 4 ആണ്. അപ്പോൾ നമ്മളെ ഇന്നത്തെ പരിപാടികൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് നെതറിൽ പോകാൻ പോകണം. നമുക്ക് കുറച്ച് മറ്റേ നെതർ ഒരു സാധനം നെതർ കോഡ്സ് ആ സാധനം വേണം. പിന്നെ നമ്മളിന്ന് ഫുൾ ഡയമണ്ട് ആർമർ ആൻഡ് ടൂൾസ് ആവാൻ പോകുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓഫ് ക്യാമറയിൽ മൈനിങ്ങിനൊക്കെ പോയി നോക്കാം. ഞാൻ ഷോർട്സ് ആക്കി അയച്ചിട്ടുണ്ട്, ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 40 ഡയമണ്ട് കിട്ടി. എന്തായാലും നമ്മൾ ഫുള്ള് ഡയമണ്ട് ആർമർ ആൻഡ് ടൂൾസ് സെറ്റ് ചെയ്യാൻ പോകുന്നു. അതുപോലെ തന്നെ നെതറിലേക്ക് പോകണം എന്നിട്ട് നമ്മുടെ ഗോൾസ്. അപ്പോൾ നമുക്ക് നേരെ ആർമർ സെറ്റ് ചെയ്യും. ചെസ്റ്റ് പ്ലേറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സൂഡ്, ഒരു പിക്കാക്സ്, ഒരു ഷവൽ, ഒരു ആക്സ്. നമുക്ക് ആവശ്യമുള്ള ടൂൾസൊക്കെ സെറ്റായി. ഒന്നും വേണ്ട, എന്തായാലും ഡയമണ്ട് നമുക്ക് എന്തായാലും മാറ്റിയേക്കാം. എന്തായാലും നമ്മുടെ അയൺ ആർമർ മാറ്റി നമ്മൾ നമ്മുടെ ഡയമണ്ട് ആർമറിലേക്ക് മാറിയിട്ടുണ്ട്. നമുക്കെന്തായാലും നമ്മുടെ അയൺ ആർമർ അടിയിലെ സ്റ്റാൻഡ് കൊണ്ടുവെക്കാം. എന്തായാലും ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മളെ ഫസ്റ്റത്തെ ആർമറാണ്. എന്നാലും ഇവിടെ ഒരു പുരാവസ്തുവായി ഇരിക്കട്ടെ. എന്തായാലും നമുക്ക് ഞാനവിടെ ലാവ പൂൾ കണ്ടിട്ടുണ്ട്. അവിടെ നിന്ന് ഒബ്സിഡിയൻ സെറ്റ് ചെയ്യാം. നമുക്ക് ഇതിനകത്ത് പോർട്ടൽ ഉണ്ടാക്കാൻ ഒബ്സിഡിയൻ വേണം. നമുക്കതെല്ലാം സെറ്റ് ചെയ്യാം. നമ്മൾ പിക്കാക്സ് കൊണ്ട് ആദ്യമായിട്ട് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇതാണ്. അപ്പോൾ നൈസായത് മൈൻഡ് അപ്പം നൈസായി അവിടെ അടിക്ക് കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് ഞാൻ വിചാരിച്ച് ഉണ്ടാക്കിയ ടൂൾസും ആർമറെല്ലാം പോയിന്ന് വിചാരിച്ച് ഫസ്റ്റ് അപ്പം തന്നെ പോയിന്ന് വിചാരിച്ച് ബാക്കിന് രക്ഷപ്പെട്ട്. എന്തായാലും നമുക്ക് ഇനി ഇത് ഫുള്ളായിട്ടൊന്ന് മൈൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്കി അപ്ഡേറ്റ്സ് ഞാൻ ചെയ്യാം ഗൈസ്. ഗൈസ് എന്തായാലും നമ്മൾ ഇത് ഒബ്സിഡിയൻ മൈൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്തായാലും ഇവിടെ ഇട്ടാണ് നമ്മളൊരു പോർട്ടൽ സെറ്റ് ചെയ്യണത്. ഇപ്പോൾ ഇതൊന്ന് ടെമ്പററി ആയിട്ട് നമ്മൾ വെറുതെ സെറ്റ് ചെയ്യണത്. എന്തായാലും നമുക്ക് ഒരു പെടപ്പനായിട്ട് ഉള്ളൊരു ബിൽഡ് രീതി നമ്മൾ എന്തായാലും സെറ്റ് ചെയ്യണമായിരിക്കും. ഇപ്പം സാധാരണ ഒരു രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യണം. നമുക്കെന്തായാലും സെറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ നോക്കട്ടെ, ഇതെന്തൊരു മിസ്സിങ് ഉണ്ടല്ലോ ഗൈസ്. ഞാൻ ആദ്യം സെറ്റ് ചെയ്തൊന്ന് ചെറുതായിട്ട് തെറ്റിപ്പോയി. ഇപ്പോൾ നമ്മൾ കറക്റ്റാക്കിയിട്ടുണ്ട്. ഇനി ബേസിൽ പോയി ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾക്ക് ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി എന്തായാലും ഇത് കത്തലില്ല. സെറ്റ്. ഇനി നമ്മൾ നേരെ എന്തായാലും നെതറിലേക്ക് അങ്ങ് കയറാൻ പോവാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ചാത്താൻ്റെ നരകത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ബസാൾട്ടിൻ്റെ അടുത്താണ് സ്പോൺ അയക്കണത്. എന്തായാലും നമുക്ക് ഇത് ഇവിടെ ഫണ്ടാറ് ഫസ്റ്റും തന്നെ അത് നശിപ്പൻ സാധനം ഗാസ്റ്റിൻ്റെ പണി തന്നെ. എന്തായാലും നമുക്ക് ഈ പോർട്ടിന് ചുറ്റും ഒരു കവറിങ് സെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ വന്നിറങ്ങണം, അത്ര ഓർമ്മ ഉണ്ടാവുള്ളൂ. എന്തായാലും ഒന്ന് സെറ്റ് ചെയ്യുക, അതാണ് നല്ലത്. ഗേഴ്സിന് എന്തായാലും നമുക്ക് ഇവിടെ ഒന്ന് മൈൻഡ് ചെയ്ത് പോയിട്ട് നമ്മൾ ഇഷ്ടം സാധനം കിട്ടുമോ നോക്കാം. നെതർ കാർഡ്സ് അത് സെറ്റ് ചെയ്താൽ നമുക്ക് നമ്മുടെ സാധനം കിട്ടി. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് മറ്റേ സെർവർ ഉണ്ടാക്കാനാണ്. ഇതെന്തായാലും കിട്ടിയിട്ടുണ്ട്. ഇവന്മാരിട്ടെല്ലാവരും കൂടിയിട്ട് നമ്മുടെ അടിക്കാണ് കേസ്. നമ്മൾ എന്തായാലും പോവാൻ പോണു ഇവിടെ നിന്ന്. എന്തായാലും വേറൊരു ദിവസം വന്ന് ഫുള്ളായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. എന്തായാലും ഇന്നിപ്പോൾ നമുക്ക് ഇത് കിട്ടാൻ വേണ്ടിയാണ് വന്നത്. എന്തായാലും നമുക്കിപ്പോൾ ബേസിക്ക് പോവാം കേസ്. അങ്ങനെ നമ്മൾ ബേസിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഇന്നത്തെ ഗോൾ കഴിഞ്ഞ് ഇന്നത്തെ സെറ്റായിട്ടുണ്ട്. ഞാൻ അടുത്ത എപ്പിസോഡിൽ നമ്മളെന്തായാലും നമ്മുടെ ഷുഗർ കെയിൻ അല്ല ബാംബു ഫാം അത് സെറ്റ് ചെയ്യണമായിരിക്കും. അതിനാണ് നമ്മളിപ്പോൾ പോയത് ഒബ്സർവർ ഉണ്ടാക്കാൻ. ഇതിന് സെറ്റായിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്കപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. എല്ലാവരും നമുക്ക് തീരെ സപ്പോർട്ട് ചെയ്യില്ല, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ ഗൈസ്.